എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ന്യൂ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് കോളേജിൽ. നമ്മൾ 12 മണിക്ക് തന്നെ കൃത്യം സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എന്താ പറയുക, ഫൈനൽ മൊഡ്യൂളും ഫൈനൽ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ട പോലെ പ്രിപ്പറേഷൻ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഡ്രിങ്ക് സപ്പോർട്ടായിട്ട് സ്റ്റിങ്ങോ കോഫിയോ അല്ലെങ്കിൽ റാത്തക്സോ അങ്ങനെ എന്താ വെച്ച് പ്രിപ്പയർ ചെയ്യും. എല്ലാവരും ചത്തുകുത്തിരുന്ന് പഠിത്തമായിരുന്നു. നമ്മുടെ സ്റ്റിങ്ങാണ് മെയിൻ സാധനം വരുന്നത്. അപ്പം എന്താ പറയുക, കുറച്ചുകൂടി മൊഡ്യൂൾസ് കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പക്കയായി നോക്കി കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ പിള്ളേരെല്ലാവരും ചത്തുകുത്തും പഠിക്കുമായിരുന്നു. വീണ്ടും സമയം ഒരു 2 മണിയായി. നമ്മൾ ജസ്റ്റ് എല്ലാ റൂമിലോട്ട് വന്ന് കടന്നു. ഗൈസ്, ഇങ്ങനെ ലാസ്റ്റ് ഡേയിൽ അവസാന പ്രിപ്പറേഷൻ. പറ, കോൾഡ് കോഫി കുടിച്ച് തകർപ്പണി ഇന്ന് തകർക്കുമോ? അവിടെ കട്ട നോട്ട്സും കട്ട പ്രിപ്പറേഷനാണ് എല്ലാവരും. ഓരോരുത്തർ ക്രാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പം എന്താ പറയുക, അവിടെ ഇവിടെയും ചോദിച്ചറിഞ്ഞിട്ടും അവിടെ ഇവിടെയും വിളിച്ചറിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുമായിരുന്നു ആസ് യൂഷ്വൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇച്ചിരി കൂടി എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ കാണുന്ന പോലെ ആയിരിക്കും. ഇതിൽ ഞാനായിരിക്കത്തില്ല വ്ളോഗ് എടുക്കുന്നത്, അല്ലെങ്കിൽ വ്ളോഗ് എടുക്കുന്ന ഞാനാണെങ്കിലും എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലായിരിക്കും. അപ്പം ഇനി എന്നെ കാണാത്തവരുണ്ടെങ്കിൽ ഇതാ, ഞാൻ 4 മണിയായി. പിന്നെ 4 മണിക്ക് നമ്മൾ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ഒരു എൻഡപ്പായി. അപ്പം 4 മണി 5 മണിയൊക്കെ ഉറങ്ങാൻ പോയി. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ തിയറീസ് ഉണ്ടാക്കും ഓരോന്നിനെ കുറിച്ചും. നമ്മളെ മനസ്സിലാവുന്ന ഭാഷയിലും എക്സാമ്പിളൊക്കെ വെച്ച് ഇങ്ങനെ പറയും. പിന്നെ ഇങ്ങനെ വെളുപ്പിന് 7 മണി കണ്ടായി. അപ്പോൾ എണീറ്റ് ഓക്കെ. ഇനി അപ്പോൾ ഉള്ള ലുത്ഫി പറഞ്ഞിരുന്നു ഇവിടെ എന്താ പറയാനുള്ളതില്ല. ഏരായി ഒരു 2 മണിക്കൂറുണ്ട് പരീക്ഷയ്ക്ക് തുടങ്ങാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ ഒരു ഫീൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഫുള്ളി പക്ക പെർഫെക്റ്റ് നമ്മൾ ആയിട്ടുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏതായാലും വെളുപ്പിന് എണീക്കുമ്പം ചായ കുടിക്കാൻ പോകുന്നൊരു പതിവുണ്ട്. ഒരു പപ്സും ചായയും കുടിക്കും ഒന്നും പരീക്ഷൻ്റെ മുന്നേ ആയിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അതിൽ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ചായക്കടയുണ്ട്. അവിടെ പോയി നല്ലൊരു ചൂട് പപ്സ് രാവിലെ തന്നെ വരും. അപ്പം ആ ഒരു പപ്സും ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് എന്താ പറയുക, റിവിഷനൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ച്, അങ്ങനെ വലിയ പ്രിപ്പറേഷൻ വലിയ പഠിപ്പൊന്നും അല്ലെങ്കിലും അറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെച്ച തിയറികളല്ലോ, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ചായ കുടിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെന്താ, നമ്മൾ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആവും. ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് എല്ലാം കുട്ടപ്പനാക്കി വെക്കും. എല്ലാവരും ഉണ്ടാകും ഹോസ്റ്റലിൽ. അപ്പം ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ അയൺ ചെയ്യും. അയൺ ചെയ്യുന്ന കൂടെ തന്നെ നമ്മളങ്ങനെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ എക്സാമായി. പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ എടുക്കാനൊന്നും തോന്നിയില്ല. കാരണം അറിയാമല്ലോ, പഠിച്ച് എക്സാം പാസ്സാവണ്ടേ, ലാസ്റ്റ് എക്സാമിന് പുറത്തോട്ട്. അപ്പം അങ്ങനെ തേപ്പ് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ലാസ്റ്റ് എക്സാം അപ്പോൾ സമയം 12:15. നമ്മൾ ഭയങ്കര എഫിഷ്യൻ്റായിട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലാസ്സസ് എല്ലാം കാലിയായി. അങ്ങനെ നമ്മളും ഇതോട് വിട അറിയാണ്. ഓക്കെ, ടെൽ മീ ഹൗ വാസ് ദ എക്സാംസ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എക്സാം തീർന്നു. ഇനി എക്സാം പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് KTUവിൻ്റെ ആൻസർ ബുക്ക്ലെറ്റിൽ എക്സാം എഴുതാൻ പറ്റില്ല. ഇനി നമുക്ക് ക്ലാസ്സിലിരുന്ന് എനിക്കിങ്ങനെ തെരേസൻ്റെ കൂടെ ഈ യൂണിഫോം ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പിന്നെന്താ, എല്ലാം കഴിഞ്ഞ്. ടോമി, എനിത്തിങ് ടു സേ അബൌട്ട് ദ Indian exam? I'm going to miss Alicia very much. I'm going to miss Luther. And his vlogging. Okay. I'm vlog ചെയ്യും. കോളേജിൽ നിന്ന് vlog ചെയ്യില്ല. താങ്ക് യു ഗൈസ്. Bye guys. ലാസ്റ്റ് പരീക്ഷ. എന്താണ് പരീക്ഷയുടെ അവസ്ഥ? പറ. പ്രിപ്പറേഷൻ 40%. കോൺഫിഡൻസ് സുപ്രതീക്ഷ 100% വിജയം. ഇപ്പോൾ ലാസ്റ്റ് ഡേ ആയി. എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വ്ളോഗാണ്, ലാസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എക്സാം കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി എന്താണ് ഹൗ വാസ് ഫീലിംഗ്? ജോലി ഇല്ലായ്മയാണോ പ്രശ്നം? തൊഴിലുറപ്പിന് ഇറങ്ങാൻ പോകും. ദിസ് ഇസ് മൈ ലാസ്റ്റ് വ്ളോഗ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് ലാസ്റ്റ് ഡേയിൽ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്കുള്ള സമയമാണ്. എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ? ഹൗ വാസ് ദ എക്സാം എന്ന് ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും എക്സാം കാര്യങ്ങൾ കഴിഞ്ഞ ഫീലിംഗ് അല്ലേ? വാട്ട് ഇസ് യുവർ ഫീലിംഗ്? എന്താണ്? എനിക്ക് അവസാനത്തെ എക്സാം ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ലാസ്റ്റ് എക്സാം ആണ്. എല്ലാം അങ്ങനെ ആയാൽ മതി ഞാൻ പ്രതീക്ഷിക്കുന്നു. പറയൂ. ലാസ്റ്റ് വ്ളോഗാണ്. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലേ? സന്തോഷം. എക്സാം ആയിരുന്നു, അത് കഴിഞ്ഞ് കിട്ടി. സമാധാനം, സന്തോഷം. ഈ എക്സാം പരിപാടി കാര്യങ്ങളൊന്നും ഇനി ഇല്ല ആണോ ലൈഫിൽ? പഠിക്കാൻ പോയാലുണ്ട്, ഇപ്പം ഇല്ല, തൽക്കാലത്തേക്കില്ല. എനിക്ക് തോന്നില്ല.
എക്സാം തൂക്കിയ 2 എണ്ണം വരുന്നുണ്ട്. പറ എക്സാമിനെ കുറിച്ച്. എക്സാം നല്ല എക്സാം ആയത്, പാടായിരുന്നു, പക്ഷേ എല്ലാം എഴുതി. It was nice. Invigilator was so nice. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാലും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ Preparation was lit. അല്ലേ? അത്ര പിന്നെ വൈകിട്ട് വരെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയൊരു കടുത്തം എല്ലാവരും ഹോസ്റ്റലിൽ ഒരു 8:30-9 മണിയായി. പിന്നെ അറിയാലോ തലേന്നൊന്നും വരേക്ക് ഉറങ്ങാതെ എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നേരം മിനിറ്റ് കളിച്ചായിരുന്നു. പിന്നെ നമ്മൾ എണീറ്റ് കുറച്ച് നേരം RCB കളിക്കണമായിരുന്നു. അപ്പോൾ IPL ഒന്ന് കണ്ട് എല്ലാവരും ഒപ്പം ഇരുന്ന് കണ്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ക്രേവിങ്സ് തോന്നിയല്ലോ. ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ ഇതുവരെ. അപ്പോൾ ഇവിടെ ആയിൻ കോർണർ ഇതുണ്ട്, അവിടെ പോയി നല്ലൊരു പൊറോട്ടയും ബീഫൊക്കെ എടുത്ത് നല്ലൊരു അടിയടിച്ചു. അതും കൊള്ളായിരുന്നു. സ്റ്റൂവും അടിപൊളിയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വിധം അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇവിടെ. പിന്നെ നമുക്ക് ടർഫ് പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ടർഫിൽ പോകണം. അതിന് മുന്നേ പെട്ടെന്ന് ഫുഡ് അടിച്ച് എന്താ പറയുക, എല്ലാവരും കൂടി ആയിട്ട് ടർഫ് പോകാം. ഒരു രാത്രി 10:30 മുതൽ ഒരു 12 മണി വരെയൊക്കെ ടർഫ്. അങ്ങനെ നമ്മൾ ഡേ എൻഡ് ചെയ്യാൻ പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കാം, ഒരു ടർഫ് കളിക്കാം നല്ലൊരു ഇതായി. ഇതാണ് നമ്മുടെ എന്താ പറയുക മെസ്സി ഓഫ് CEC ഷാഹിൻ. പിന്നെന്താ എല്ലാവരും കൂടി ഫുട്ബോളൊക്കെ കിട്ടി ഒരേ കാലത്ത് ഞങ്ങൾ കളിക്കാൻ പോകുന്നു. ഒരു 3 മാസമായി എല്ലാവരും ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി, ഓട്ടപ്പാച്ചിലൊക്കെ ആയി. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി കോളേജിൽ ഇങ്ങനെ വീഡിയോസ് ഉണ്ടാവാൻ എനിക്കറിയത്തില്ല. ഏതായാലും ബൈ ഗൈസ്.